മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് 50 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻസേഴ്സിൽ ഓപ്ഷൻസ് ആയിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ, അതുപോലെ തന്നെ പഠിച്ചത് റിവൈസ് ചെയ്യാനുള്ള ഏറ്റവും ഒരു നല്ല മാർഗം കൂടിയാണ് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പരിശീലിക്കുക എന്നത്. എക്സാമിൻ്റെ മുൻപായിട്ട് നമ്മൾ തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ചെയ്ത് തന്നെ പരിശീലിക്കണം. കേരള PSCയിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. മഹാത്മാഗാന്ധിയുടെ ജന്മഗൃഹം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കീർത്തി മന്ദിർ, ഗാന്ധി സദൻ, ഗാന്ധി മെമ്മോറിയൽ, ഗാന്ധിഗ്രാം. ഉത്തരം ഓപ്ഷൻ എ, കീർത്തി മന്ദിർ. തൻ്റെ സ്പിരിച്വൽ റഫറൻസ് ബുക്കായി ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത, മനുസ്മൃതി. ഉത്തരം ഓപ്ഷൻ സി, ഭഗവത്ഗീത. ആരോടൊപ്പമാണ് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് 1888 കപ്പൽ കയറിയത്? മാവ്ജി ദവെ, ത്രയംബക് റായ് മജുംദാർ, പാർച്ചുരെ ശാസ്ത്രി, ജോഷിജി. ഉത്തരം ഓപ്ഷൻ ബി, ത്രയംബക് റായ് മജുംദാർ. വർണ്ണവിവേചനത്തിനെതിരെ പോരാടാൻ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ 1894 സ്ഥാപിച്ച സംഘടന? വെജിറ്റേറിയൻ സൊസൈറ്റി, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി, നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? സുഭാഷ് ചന്ദ്രബോസ്, പട്ടാഭി സീതാരാമയ്യ, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. വർണ്ണവിവേചനത്തിനെതിരെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ ഗാന്ധിജിയുടെ പ്രേരണയാൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ക്ലബ്ബുകൾക്ക് പൊതുവെ പറയുന്ന പേരാണ് പാസീവ് റെസിസ്റ്റേഴ്സ്. ഇത് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ, ടെന്നീസ്. ഉത്തരം ഓപ്ഷൻ സി, ഫുട്ബോൾ. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് അൺ ടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജിക്ക് വായിക്കാൻ കൊടുത്തത് ആരാണ്? ഹെൻറി പോളക്, മൻസുഖ്ലാൽ നാസർ, ദാദാ അബ്ദുള്ള, ജനറൽ സ്മഡ്സ്. ഉത്തരം ഓപ്ഷൻ എ, ഹെൻറി പോളക്. ഗോകുൽദാസ് മക്കൻജിക്ക് ഗാന്ധിജിയുമായി ബന്ധം എന്തായിരുന്നു? മുത്തച്ഛൻ, ഭാര്യാപിതാവ്, ഇളയച്ചൻ, ജ്യേഷ്ഠൻ. ഉത്തരം ഓപ്ഷൻ ബി, ഭാര്യാപിതാവ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്റ്റേഷൻ ഏതായിരുന്നു? പീറ്റർ മാരിറ്റ്സ്ബർഗ്, ദർബൻ, നേറ്റാൾ, പ്രിട്ടോറിയ. ഉത്തരം ഓപ്ഷൻ എ, പീറ്റർ മാരിറ്റ്സ്ബർഗ്. ഗാന്ധിജി പഠിച്ചിരുന്ന സമൽദാസ് കോളേജ് എവിടെയായിരുന്നു? രാജ്കോട്ട്, പോർബന്ദർ, അഹമ്മദാബാദ്, ഭാവ്നഗർ. ഉത്തരം ഓപ്ഷൻ ഡി, ഭാവ്നഗർ. ഗാന്ധിജി ദർബനിൽ ഫീനിക്സ് സെറ്റിൽമെന്റ് സ്ഥാപിച്ച വർഷം? 1903, 1904, 1905, 1906. ഉത്തരം ഓപ്ഷൻ ബി, 1904. വിദേശ യാത്ര നടത്തിയെന്ന കാരണത്താൽ ഗാന്ധിജിക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന സമുദായ നേതാക്കളെ പ്രീണിപ്പിക്കുന്നതിന് ജ്യേഷ്ഠൻ ഗാന്ധിജിയെ പുണ്യസ്നാനം ചെയ്യിച്ചത് എവിടെയാണ്? വാരാണസി, ദണ്ഡി, ദ്വാരക, നാസിക്. ഉത്തരം ഓപ്ഷൻ ഡി, നാസിക്. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രമായ ഇന്ത്യൻ ഒപ്പീനിയന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? മദൻജിത്ത്, തയബ് ഹാജി ഖാൻ, W. ബേക്കർ, മൻസുഖ്ലാൽ നാസർ. ഉത്തരം ഓപ്ഷൻ ഡി, മൻസുഖ്ലാൽ നാസർ. ഏത് യുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ്? ഒന്നാം ലോക മഹായുദ്ധം, റസോ ജപ്പാനീസ് യുദ്ധം, ബോവർ യുദ്ധം, കറുപ്പ് യുദ്ധം. ഉത്തരം ഓപ്ഷൻ സി, ബോവർ യുദ്ധം. പഠനത്തിനായി ഗാന്ധിജി ഇംഗ്ലണ്ടിൽ പോയ വർഷം? 1888, 1889, 1890, 1891. ഉത്തരം ഓപ്ഷൻ എ, 1888. ആരുടെ സഹായത്തോടെയാണ് ഗാന്ധിജി പ്രിട്ടോറിയയിൽ അവിടുത്തെ ഇന്ത്യക്കാരുടെ യോഗം വിളിച്ചു ചേർത്തത്? W. ബേക്കർ, തയബ് ഹാജി ഖാൻ, ദാദാ അബ്ദുള്ള, ജനറൽ സ്മഡ്സ്. ഉത്തരം ഓപ്ഷൻ ബി, തയബ് ഹാജി ഖാൻ. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത്? 1886 കൽക്കട്ട, 1885 മുംബൈ, 1907 സൂറത്ത്, 1901 കൽക്കട്ട. ഉത്തരം ഓപ്ഷൻ ഡി, 1901 കൽക്കട്ട. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൽ ഗാന്ധിജി വഹിച്ച പദവി ഏത്?
പ്രസിഡന്റ്, ചെയർമാൻ, ട്രഷറർ, ഓണററി സെക്രട്ടറി. ഉത്തരം ഓപ്ഷൻ ഡി ഓണററി സെക്രട്ടറി. നിയമപഠനം പൂർത്തിയാക്കിയ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യത്തെ കേസ് വാദിച്ചത് എവിടെയാണ്? രാജ്കോട്ട്, അഹമ്മദാബാദ്, മുംബൈ, ഡൽഹി. ഉത്തരം ഓപ്ഷൻ സി മുംബൈ. ഗാന്ധിജിയെ പഠനത്തിന് ഇംഗ്ലണ്ടിലേക്ക് അയക്കണമെന്ന് നിർദ്ദേശിച്ച കുടുംബ സുഹൃത്തിന്റെ പേര്? ഗോകുൽദാസ് മക്കൻജി, മാവ്ജി ദവെ, റായ്ചന്ദ് ഭായ്, ഷെയ്ഖ് മെഹ്താബ്. ഉത്തരം ഓപ്ഷൻ ബി മാവ്ജി ദവെ. ഗാന്ധിജിയെ സ്വാധീനിച്ച ദൈവരാജ്യം നിങ്ങൾക്കുള്ളിൽ തന്നെ എന്ന പുസ്തകം രചിച്ചതാര്? ജോൺ റസ്കിൻ, ടോൾസ്റ്റോയ്, പോളക് ഇവരാരുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ടോൾസ്റ്റോയ്. ഗാന്ധിജി ആദ്യ സത്യാഗ്രഹം സംഘടിപ്പിച്ചത് എന്തിനെതിരെ പ്രതിഷേധിക്കാനാണ്? ഏഷ്യാറ്റിക് ലോ അമെൻഡ്മെന്റ് ഓർഡിനൻസ് ബില്ലിനെതിരെ, ബോവർ യുദ്ധത്തിനെതിരെ, ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരെ, ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ഏഷ്യാറ്റിക് ലോ അമെൻഡ്മെന്റ് ഓർഡിനൻസ് ബില്ലിനെതിരെ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ഗാന്ധിജി മുംബൈയിൽ കപ്പലിറങ്ങിയ തീയതി? 1915 ജനുവരി 19, 1915 ജനുവരി 16, 1915 ജനുവരി 9, 1915 ജനുവരി 30. ഉത്തരം ഓപ്ഷൻ സി 1915 ജനുവരി 9. ബീഹാറിലെ ഭൂകമ്പത്തെ അസ്പൃശ്യതയുമായി ബന്ധപ്പെടുത്തിയ ഗാന്ധിജിയുടെ നിലപാടിനെ വിമർശിച്ചതാരാണ്? രബീന്ദ്രനാഥ് ടാഗോർ, വിനോബ ഭാവെ, ബാലഗംഗാധര തിലക്, നേതാജി ബോസ്. ഉത്തരം ഓപ്ഷൻ എ രബീന്ദ്രനാഥ് ടാഗോർ. നീലം കർഷകർക്കു വേണ്ടി ഗാന്ധിജി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതായിരുന്നു? ഖെയ്റ, ചമ്പാരൻ, അഹമ്മദാബാദ്, ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ചമ്പാരൻ. 1915 ഗാന്ധിജി അഹമ്മദാബാദിനടുത്ത് സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ച സ്ഥലം? കൊച്ചറംബ്, വാർധ, സേവാഗ്രാം, ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ കൊച്ചറംബ്. ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ച സ്ഥലം ഏതാണ്? ജോഹന്നാസ്ബർഗ്, ഡർബൻ, കേപ്പ് ടൗൺ, ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ജോഹന്നാസ്ബർഗ്. ഗംഗാ നദിയോട് ഗാന്ധിജി താരതമ്യപ്പെടുത്തിയ നേതാവ് ആരാണ്? ബാലഗംഗാധര തിലകൻ, സുരേന്ദ്രനാഥ് ബാനർജി, ആനി ബസന്റ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഉത്തരം ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം ഗാന്ധിജി എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ്, മറാഠി. ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്തി. ടോൾസ്റ്റോയ് ഫാം തുടങ്ങാനുള്ള ഭൂമി ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്? പോളക്, ഹെർമൻ കല്ലൻബാക്ക്, ദാദാ അബ്ദുള്ള സ്മഡ്സ്. ഉത്തരം ഓപ്ഷൻ ബി ഹെർമൻ കല്ലൻബാക്ക്. ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യത്തെ പൊതുചടങ്ങ് ഏതാണ്? ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം, 1916 കോൺഗ്രസ് സമ്മേളനം, വിശ്വഭാരതി സർവകലാശാലയുടെ ഉദ്ഘാടനം, ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം. ദക്ഷിണാഫ്രിക്കയിലെ തൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് മടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ച വർഷം? 1914, 1915, 1916, 1917. ഉത്തരം ഓപ്ഷൻ എ 1914. 1918 ഗാന്ധിജി സത്യാഗ്രഹം സംഘടിപ്പിച്ച ഖെയ്റ എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്, ഗുജറാത്ത്. ഉത്തരം ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഏത് വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജിയെ ജവഹർലാൽ നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയത്? 1916, 1917, 1918, 1919. ഉത്തരം ഓപ്ഷൻ എ 1916. ഗാന്ധിജിയെയും ടാഗോറിനെയും ബന്ധിപ്പിച്ച കണ്ണി എന്നറിയപ്പെടുന്നത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്, CF ആൻഡ്രൂസ്, വിനോബ ഭാവെ, ഗോപാലകൃഷ്ണ ഗോഖലെ. ഉത്തരം ഓപ്ഷൻ ബി CF ആൻഡ്രൂസ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലിറങ്ങും മുമ്പ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കുവാൻ ഗാന്ധിജിയെ ഉപദേശിച്ചതാരാണ്? ആനി ബസന്റ്, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, രബീന്ദ്രനാഥ് ടാഗോർ. ഉത്തരം ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ. എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതനിഷ്ഠയായി സ്വീകരിക്കാൻ തീരുമാനിച്ചത്? 35, 37, 39, 40. ഉത്തരം ഓപ്ഷൻ സി ഓപ്ഷൻ ബി 37. ഏത് വർഷം മുതലാണ് പ്രവാസി ഭാരതീയ ദിനം ആചരിക്കുന്നത്? 2003, 2004, 2005, 2006. ഉത്തരം ഓപ്ഷൻ എ 2003. ഗ്രേറ്റ് സെന്റിനൽ അഥവാ മഹാനായ കാവൽക്കാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? സർദാർ പട്ടേൽ, മൗണ്ട് ബാറ്റൻ പ്രഭു, ജവഹർലാൽ നെഹ്റു, രബീന്ദ്രനാഥ് ടാഗോർ. ഉത്തരം ഓപ്ഷൻ ഡി രബീന്ദ്രനാഥ് ടാഗോർ.
ഏത് അസുഖം ബാധിച്ചതിനാലാണ് 1914 ലണ്ടൻ വിട്ട് ഇന്ത്യയിലേക്ക് കപ്പൽ കയറാൻ ഗാന്ധിജി നിർബന്ധിതനായത്? പ്ലേഗ്, പ്ലൂറിസി, മലേറിയ, മഞ്ഞനോവ്. ഉത്തരം ഓപ്ഷൻ ബി പ്ലൂറിസി. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ അറസ്റ്റിലായ വർഷമേത്? 1916, 1917, 1918, 1919. ഉത്തരം ഓപ്ഷൻ ബി 1917. അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ വിജയത്തോടെ തൊഴിലാളികൾക്ക് എത്ര ശതമാനം ശമ്പള വർധനവാണ് ഉണ്ടായത്? 35, 50, 60, 25. ഉത്തരം ഓപ്ഷൻ എ 35. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായി മഷി പുരണ്ടത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ, ഇന്ത്യൻ ഒപ്പീനിയൻ. ഉത്തരം ഓപ്ഷൻ സി നവജീവൻ. ഹിമാലയത്തിന് സമാനനെന്ന് ഗാന്ധിജി വിലയിരുത്തിയ നേതാവ്? ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, സുരേന്ദ്രനാഥ് ബാനർജി, ദാദാഭായ് നവറോജി. ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമേത്? ചൗരി ചൗര സംഭവം, ജാലിയൻ വാലാബാഗ്, വാഗൺ ട്രാജഡി, ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ചൗരി ചൗര സംഭവം. മുഹമ്മദ് അലിയോടും ഷൗക്കത്ത് അലിയോടും ചേർന്ന് ഗാന്ധിജി നേതൃത്വം നൽകിയ പ്രസ്ഥാനമേത്? ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, ഖിലാഫത്ത് പ്രസ്ഥാനം, ചമ്പാരൻ സത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ സി ഖിലാഫത്ത് പ്രസ്ഥാനം. 1922 ഗാന്ധിജിയെ 6 വർഷത്തെ തടവിന് ശിക്ഷിച്ച ജഡ്ജി? ബ്രൂംഫീൽഡ്, കിങ്ഫോർഡ്, സ്റ്റാൻലി, ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ ബ്രൂംഫീൽഡ്. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ അധ്യക്ഷനായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം? 1920, 1921, 1922, 1924. ഉത്തരം ഓപ്ഷൻ എ 1920. ഗാന്ധിജിയുടെ അനുയായിയായി ഇംഗ്ലണ്ടുകാരിയായ മീര ബെഹന്റെ യഥാർത്ഥ പേര്? മാർഗരറ്റ് നോബിൾ, മാർഗരറ്റ് താച്ചർ, കാതറിൻ മേരി ഹെയ്ലിമാൻ, മെഡ്ലിൻ സ്ലേഡ്. ഉത്തരം ഓപ്ഷൻ ഡി മെഡ്ലിൻ സ്ലേഡ്. രാജ്യവ്യാപകമായി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭമേത്? ക്വിറ്റ് ഇന്ത്യ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ചമ്പാരൻ സമരം. ഉത്തരം ഓപ്ഷൻ ബി നിസ്സഹകരണ പ്രസ്ഥാനം. ഈ 50 ചോദ്യങ്ങളിൽ എത്ര ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയത് എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.